ഓയ് പണ്ട് പണ്ട് ഒരു ആട്ടിടയൻ ഒരു കടുവക്കുട്ടീനെ എടുത്തിട്ട് ആടുകള് താമസിക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടിട്ടു. പെട്ടെന്ന് ഈ കടുവക്കുട്ടി കൺഫ്യൂസ്ഡ് ആയി. അത് ആടുകളൊക്കെ അറ്റാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി, ഗർജിക്കാനൊക്കെ തുടങ്ങി. എവിടെ ചെറിയ കടുവക്കുട്ടിയല്ലേ, ആടുകളൊക്കെ വലിയ വലിയ ആടുകൾ ഇതിനെ പേടിപ്പിച്ച് ഇത് മിണ്ടാണ്ടേ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഈ കുഞ്ഞു കടുവക്കുട്ടി ഒരു വലിയ കടുവയായിട്ട് മാറി. വലിയ കടുവയായിട്ട് മാറിയപ്പോഴും അത് സ്വന്തം ഐഡന്റിറ്റി മറന്നു വെക്കണു, അത് ഗർജിക്കാൻ പോലും മറന്നു വെക്കണു. ആട്ടിൻകൂട്ടത്തിൽ ഒരു ആടിനെ പോലത്തെ സ്വഭാവമുള്ള ഒരു കടുവയായിട്ട് മാറി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കുറുക്കൻ വന്നു കാട്ടിന്ന്. പെട്ടെന്ന് എല്ലാ ആടുകളും പേടിച്ചു. അതിന്റെ കൂടെ ആരും പേടിച്ചു? നമ്മുടെ കടുവക്കുട്ടി. അതായത് ഇപ്പത്തെ കടുവയും പേടിച്ചിരിക്കണു കേട്ടോ. ഒരൊറ്റ അലർച്ച മതിയായിരുന്നു, കുറുക്കൻ പേടിച്ചു ഓടിയേനെ. പക്ഷെ കടുവ അലറാൻ മറന്നു പോയിക്കണു. അത് ആടിനെ പോലെയായി മാറിണ്ടായിരുന്നു. ഇതേപോലെയാണ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ എങ്ങനെയാണോ അതേപോലെയായിട്ട് മാറും നമ്മളും. നമ്മൾ കോൺസ്റ്റന്റ്ലി ഡിസ്കറേജ് ചെയ്യുന്ന, അത് പറ്റില്ല, അങ്ങനെ എനിക്ക് പറ്റില്ല, അതൊരു കഴിവില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മൾ അതേ ലെവലായിട്ട് മാറും, ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നമ്മളെ ഉയർത്തുന്ന, സക്സസ്ഫുൾ ആക്കാൻ പ്രാപ്തിയുള്ള അങ്ങനത്തെ പോസിറ്റീവ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ കൂടെ മാത്രം നമ്മൾ കൂട്ടുകൂടുക. അപ്പൊ നമ്മുടെ ലൈഫ് അതേപോലെയും. അല്ലെങ്കിൽ ദേ പറഞ്ഞ കടുവിന്റെ അവസ്ഥയായിരിക്കും. മനസ്സിലായോ?